ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ 7-ാമത്തെ അധ്യായത്തിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മം, ഗാർഹസ്ഥ്യ ധർമ്മം. ഈ അധ്യായത്തിൽ ഗുരു പറയുന്നു, ഗൃഹസ്ഥസ്യ വിധിക്രമം വസ്മി. ഗൃഹസ്ഥാശ്രമിയുടെ ആശ്രമധർമ്മങ്ങളെ കുറിച്ച് ഞാൻ പറയാം എന്ന് പറയുന്നു. അതിനുശേഷം എന്താണ് ഗൃഹസ്ഥാശ്രമം എന്ന് നമ്മെ ബോധിപ്പിക്കുവാൻ വേണ്ടി 2 വിശേഷണങ്ങൾ ഗുരു ചേർക്കുന്നുണ്ട്. ശ്ലോകം 171 നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് വിശേഷണങ്ങൾ? 1 ത്രിവർഗ നിലയമാണ്, 2 അപാവൃതം മുക്തിദ്വാരം. ത്രിവർഗ നിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾക്ക് ഇരിപ്പിടമാണ് ഗൃഹസ്ഥാശ്രമം. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം എന്നിവയാണ് 3 കാര്യങ്ങൾ. ഇനി മുക്തിദ്വാരം അപാവൃതം എന്ന വാക്കിലൂടെ എന്ത് മനസ്സിലാക്കാം? മോക്ഷമാർഗം തുറന്നിരിക്കുന്നു. അപ്പൊ ഗൃഹസ്ഥാശ്രമ ധർമ്മം ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളുടെ ഇരിപ്പിടമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെയാണ് പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾ എന്ന് പറയുന്നത്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷേഹി അർത്ഥ്യത, പുരുഷനാൽ മീൻസ് ഒരു മനുഷ്യനാൽ ആർജിക്കപ്പെടേണ്ടത് എന്തോ അത് പുരുഷാർത്ഥം. നമ്മളെല്ലാവരും അർത്ഥസമ്പാദനം ചെയ്യുന്നുണ്ട്. അർത്ഥസമ്പാദനം എന്ന് പറഞ്ഞാൽ ധനസമ്പാദനം. യഥാർത്ഥത്തിൽ നാം ഏത് ധനത്തെയാണ് സമ്പാദിക്കേണ്ടത്? ഗൃഹസ്ഥാശ്രമത്തിൽ. ആ ധനത്തിന്റെ പേരാണ് പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥമാണ് ഇവിടെ ഗുരുദേവൻ ത്രിവർഗ നിലയം എന്ന വാക്കിലൂടെയും അപാവൃത മുക്തിദ്വാരം എന്ന വാക്കിലൂടെയും പറഞ്ഞിരിക്കുന്നത്. ഈ പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളോട് ചിന്തിച്ചു, ലോകത്തില് എല്ലാ വ്യക്തികൾക്കും, എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്രബലമായ ആഗ്രഹം എന്നുള്ളത് ജിജീവിഷയാണെന്ന് മനസ്സിലാക്കി. ജിജീവിഷ എന്ന് പറഞ്ഞാൽ ജീവിതം, ഇച്ഛ, ജീവിക്കാനുള്ള ആഗ്രഹമാണ് ഏറ്റവും പ്രബലമായ ഇച്ഛ. അപ്പോ ജീവിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസ്തിത്വം നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ അസ്തിത്വത്തെ സംരക്ഷിച്ചു വെക്കുക, നിലനിർത്തുക. അതിന് യാതൊരു കേടുപാടും മുറിവൊന്നും സംഭവിക്കാതെ അസ്തിത്വത്തെ സുരക്ഷിതമായിട്ട് നിലനിർത്തുക. ഇതിനെയാണ് ജീവിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അസ്തിത്വത്തെ നമുക്ക് സുരക്ഷിതമായി നിലനിർത്തണമെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? അന്നപാനീയങ്ങൾ വേണം, വസ്ത്രങ്ങൾ വേണം, പാർപ്പിടങ്ങൾ വേണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമത്തെയാണ് അർത്ഥപുരുഷാർത്ഥം എന്ന് പറയുന്നത്. പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളിലെ അർത്ഥപുരുഷാർത്ഥം എന്ന വാക്കിലൂടെ നമ്മുടെ അസ്തിത്വത്തെ നിലനിർത്താൻ ആവശ്യമായ അന്നപാനീയാദി വ്യവഹാരങ്ങൾ നേടിയെടുക്കുക. അപ്പൊ ഈ അർത്ഥം എന്ന് പറയുന്ന ഈ പുരുഷാർത്ഥം, 4 പുരുഷാർത്ഥങ്ങളിൽ അർത്ഥം എന്ന് പറയുന്ന ഈ പുരുഷാർത്ഥം ലോകത്തിലെ എല്ലാ പ്രാണികളും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ മാത്രമല്ല, സകല ജീവജാലങ്ങളും ഈ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. ഈ പുരുഷാർത്ഥത്തെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ അർത്ഥപുരുഷാർത്ഥത്തിൽ ഒരല്പം ആസ്വാദ്യതയെ കൊണ്ടുവരും. നമ്മൾ ചിന്തിച്ച കാര്യമാണ്, ആമുഖമായി പറയുന്നു എന്നേ ഉള്ളൂ. നമുക്ക് വിശന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം വേണം. പക്ഷെ ആ ഭക്ഷണത്തിൽ അല്പം ആസ്വാദ്യതയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നമുക്ക് താമസിക്കാൻ ഒരു വീട് വേണം. ആ വീട് മറ്റ് മൃഗങ്ങൾ താമസിക്കുന്ന വെറും ഒരു കൂട്ടിൽ താമസിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. ആ വീട് മനോഹരമായ ഒരു പാർപ്പിടമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ വസ്ത്രം, നമുക്ക് വെറും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഒരു വസ്ത്രം എന്നുള്ളതല്ല, മറിച്ച് ആ വസ്ത്രം ആഡംബരമാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നമ്മുടെ അസ്തിത്വത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളെ ആസ്വാദ്യകരമായി അനുഭവിക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി അവയെ നേടിയെടുക്കാൻ പരിശ്രമിക്കുക. ഇതിനെയാണ് കാമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. കാമപുരുഷാർത്ഥം പ്രായേണ ഇതര ജീവജാലങ്ങൾ അത്ര കാണാറില്ല. അവർ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ കൊണ്ടിന് തൃപ്തരാണ്. പക്ഷെ എങ്കിൽ കൂടിയും അവരും ആസ്വാദ്യത ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് മനുഷ്യനോളം വരുന്നില്ല. ഇപ്പൊ കാമപുരുഷാർത്ഥം ഏറ്റവും പ്രബലമായിരിക്കുന്നത് മനുഷ്യനാണ്. അപ്പൊ അടുത്തതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മം എന്ന് പറയുന്നത് അവനവനിൽ ഉള്ള
ഐഡന്റിറ്റി അനുസരിച്ചുള്ള പ്രവൃത്തി പദത്തിലേക്ക് നമ്മൾ ഏർപ്പെടുക. ഇതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ പുരുഷാർത്ഥമാണ് മോക്ഷ പുരുഷാർത്ഥം. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നാം നേടിയെടുത്തെങ്കിലും നമ്മൾ ആരും 100% കൃതാർത്ഥരല്ല. അപ്പൊ നമ്മുടെ 100% കൃതാർത്ഥം നമുക്ക് ലഭിക്കുന്നത് ദുഃഖത്തിന്റെ കണിക പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ്. ആത്യന്തിക ദുഃഖനിവൃത്തിയാണ്, സമ്പൂർണ്ണ ദുഃഖനിവൃത്തിയാണ് പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളിലെ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ. ഈ 4 മഹത്തരമായ ധനങ്ങള് നേടിയെടുക്കാനുള്ള ഒരു സങ്കേതമാണ് വാസ്തവത്തിൽ ഗൃഹസ്ഥാശ്രമം. നമ്മൾ ചിന്തിച്ചു നോക്കൂ, സാധാരണഗതിയിൽ മോക്ഷം എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വീടും എല്ലാം ഉപേക്ഷിച്ച് മറ്റ് നമ്മൾ ഇന്ന് കരുതുന്ന ആശ്രമ സങ്കേതങ്ങളിൽ പോയി ഒരു ഉപാസനാപരമായ ജീവിതത്തെ നയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗുരു പറയുന്നു, ഇതെല്ലാം നമ്മൾ നേടിയെടുക്കേണ്ടുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ടാണ്. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് മോക്ഷമാർഗം തുറന്നിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഗൃഹത്തിലിരുന്ന് എങ്ങനെയെങ്കിലും ജീവിക്കാം, നമുക്ക് എല്ലാത്തിനുമുള്ള ലൈസൻസ് ഉണ്ട് എന്ന് കരുതരുത്. മറിച്ച് ഗൃഹസ്ഥാശ്രമം എന്നുള്ളത് മഹത്തായ പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾ നേടിയെടുത്ത് ഒടുവിൽ മോക്ഷമാകുന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഉയരാനുള്ള ഒരു മനോഹരമായ മഹത്തായ ഒരു ആശ്രമ സംഗീതമാണ് ഗൃഹസ്ഥാശ്രമം എന്നുള്ളത് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞു, ഗുരുകുലത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ആചാര്യന്റെയും മാതാപിതാക്കളുടെയും ഒക്കെ അനുമതി വാങ്ങിച്ച് വിവാഹ സംസ്കാരം ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്ന് പഠിച്ചു. ഇനി ശ്ലോകം 174 ഗുരു പറയുന്നു, തയാ ദയിതയാ ധർമ്മം ആചരേത് നിയതേന്ദ്രിയ ധർമായ ജീവനം നൂനം പ്രജായൈ ച ഗൃഹവ്രതം. ഒന്നുകൂടി ചൊല്ലാം, തയാ ദയിതയാ ധർമ്മം ആചരേത് നിയതേന്ദ്രിയ ധർമായ ജീവനം നൂനം പ്രജായൈ ച ഗൃഹവ്രതം. തയാ ദയിതയ, ദയിത എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥം. ഭാര്യ. ദയിതയ എന്ന് പറഞ്ഞാൽ തൃതീയ വിഭക്തിയിൽ പറഞ്ഞു. അപ്പൊ തയാ ദയിതയ എന്ന് പറഞ്ഞാൽ ആ ഭാര്യയോട് കൂടി. ഏത് ഭാര്യയോട് കൂടി? തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഉത്തമ അഭിജന, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച, ധർമ്മ്യാം സുശീലാം ലക്ഷണാന്വിത, ധർമ്മനിഷ്ഠയും നല്ല ഗുണങ്ങളുമുള്ള, എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ, പ്രസന്നവതിയായ, ഗുരുജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കന്യകയെ വരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഭാര്യ എന്നാണ് തയാ എന്നുള്ള വാക്കിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭാര്യയോടുകൂടി നിയതേന്ദ്രിയ ധർമ്മം ആചരിക്കുക, ഇന്ദ്രിയ സംയമനത്തോടു കൂടി ധർമ്മത്തെ ആചരിക്കണം. ജീവനം നൂനം ധർമായ ഗൃഹവ്രതം പ്രജായയിച്ച എന്ന് പറഞ്ഞ ഗൃഹവ്രതം എന്ന് പറഞ്ഞ ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 2 കാര്യങ്ങൾ നേടിയെടുക്കാനാണ്. കഴിഞ്ഞ നമ്മൾ ആമുഖമായി ചിന്തിച്ച ശ്ലോകത്തിൽ ഗൃഹസ്ഥാശ്രമത്തിന്റെ 2 വിശേഷണങ്ങളെ പഠിച്ചു. ത്രിവർഗ നിലയമാണ്, മോക്ഷമാർഗം തുറന്നിരിക്കുന്നതാണെന്ന് പഠിച്ചു. അപ്പൊ ആ ഗൃഹസ്ഥാശ്രമത്തിൽ 2 കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ മുഖ്യമായിട്ട് പരിശ്രമിക്കേണ്ടത് എന്ന് ഈ ശ്ലോകത്തിൽ പറയാം. എന്തൊക്കെയാണത്? ധർമായ എന്ന വാക്ക്, അടുത്തത് പ്രജായൈച്ച എന്ന വാക്ക്. ധർമായ എന്ന് പറഞ്ഞാൽ ധർമാചരണത്തിന് വേണ്ടി, ധർമ്മ സമ്പാദനത്തിന് വേണ്ടി, സത്സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഗൃഹസ്ഥാശ്രമത്തിൽ മുഖ്യമായിട്ട് ഗൃഹസ്ഥാശ്രമി പരിശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഏതാണ്ട് നമുക്ക് കാലം നിർണ്ണയിക്കാൻ സാധിക്കില്ലെങ്കിലും സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള വലിയ വിജ്ഞാന ശേഖരങ്ങളാണല്ലോ ഉപനിഷത്തുകൾ. ഋഷിമാർക്ക് അവരുടെ തപസ്സിലൂടെ ലഭ്യമായ വലിയ ജീവിത വീക്ഷണത്തെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത് സമൂഹത്തിന് വേണ്ടി അത് പകർന്നു കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഉപനിഷത്തുകളിൽ വളരെ ശ്രേഷ്ഠമായൊരു ഉപനിഷത്താണ് തൈത്തിരീയ ഉപനിഷത്ത്. അപ്പൊ തൈത്തിരീയ ഉപനിഷത്തില് ഗുരുകുലത്തിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന, തന്റെ കോഴ്സ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ശിഷ്യനോട് ആചാര്യൻ ചില ഉപദേശങ്ങളെ കൊടുക്കുന്നുണ്ട്.
ആ ഉപദേശമാണ് ആചാര്യായ പ്രിയം. വായിച്ചുതരാം. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തു മാ വിവച്ഛേത്സി എന്ന് പറയും. സത്യാം ന പ്രമുദിതവ്യം, സത്യാത് ന പ്രമുദിതവ്യം, ധർമാന പ്രമുദിതവ്യം, കുശലാന പ്രമുദിതവ്യം, ഭൂത്यै ന പ്രമുദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമുദിതവ്യം എന്ന് പറയും. നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചു പോകുമ്പോൾ ആ 10ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞാൽ സ്കൂളിൽ HM വന്ന് നമുക്കൊരു അനുഗ്രഹമൊക്കെ തരുമല്ലോ പണ്ട് കാലത്ത്, നന്നായി വരട്ടെന്നൊക്കെ പറഞ്ഞു. അതേപോലെ പണ്ടത്തെ കാലം മീൻസ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വളരെ ഉദാത്തമായ ഒരു മഹത്വമേറിയ ഒരു ജീവിത വീക്ഷണം നിലനിന്നിരുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. അപ്പൊ എന്ത് പറയുന്നു? ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തു മാ വിവച്ഛേത്സി എന്ന് പറയുന്നു. ആ ശിഷ്യനോട് പറയുക, നീ ആചാര്യന്റെ പ്രിയത്തിനു വേണ്ടി ധനത്തെ സമാഹരിക്കൂ. അതേപോലെ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, നീ പഠിക്കുന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നതിൽ നിന്നും ഒരിക്കലും മടി കാണിക്കരുത്. സത്യാത് ന പ്രമുദിതവ്യം, സത്യത്തിന്റെ വഴിയിൽ നിന്ന് ഒരിക്കലും ആലസ്യം ഉണ്ടാകരുത്. ധർമാത് ന പ്രമുദിതവ്യം, ധർമ്മമാർഗത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കരുത്. ഏറ്റവും പ്രധാനമായ കാര്യമാണ് പ്രജാതന്തു മാ വിവച്ഛേത്സി എന്ന് പറയും. പ്രജാതന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തതി പരമ്പര. ആ സന്തതി പരമ്പരയുടെ ശൃംഖലയുണ്ട്. ആ ശൃംഖലയ്ക്ക് ഒരു തരത്തിലുള്ള മുറിവ് നീ വരുത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീ വിവാഹം കഴിച്ച് സന്താനങ്ങളെ ഉത്പാദിപ്പിക്കണം. ആ സന്താന പരമ്പരയ്ക്ക് ഒരു തരത്തിലുള്ള വിഘ്നവും വരുത്തരുത് എന്ന് ഗുരുനാഥൻ ഒരു ശിഷ്യനോട് പറയുന്നു. അപ്പൊ പ്രജാതന്തും മാ വിവച്ഛേത്സി എന്ന വാക്കിലൂടെ സന്തതി പരമ്പരകളെ നീ ഇല്ലാതാക്കരുത് എന്ന വാക്കിലൂടെ നമുക്ക് രണ്ട് പ്രകാരത്തിൽ അർത്ഥം മനസ്സിലാക്കാം. കാരണം ഗുരുകുലത്തിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികൾ എല്ലാവരും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകണമെന്നില്ല. അപ്പൊ ഗുരുദേവൻ ഈ ഗ്രന്ഥത്തിൽ ഇത് സൂചിപ്പിച്ചിരുന്നു. ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാതെ പൂർണ്ണമായി ആധ്യാത്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേര് എല്ലാ കാലവും ഉണ്ടാവും. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ ശ്ലോകം മനസ്സിലാക്കേണ്ടത്? പ്രജാതന്തു മാ വിവച്ഛേത്സി എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടത് ഗുരുദേവനിൽ നിന്ന്, ഗുരുനാഥിൽ നിന്ന് ലഭിച്ച അറിവ്, ആ അറിവ് തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത് ശിഷ്യ പരമ്പരയെ ഒരിക്കലും ഇല്ലാതാക്കരുത്. ശിഷ്യ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എന്താണ്? കാരണം അറിവ് എപ്പോഴും പ്രവഹിക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സന്യാസാശ്രമങ്ങളാകട്ടെ, ഇത് രണ്ടും നിലനിൽക്കുന്നത് പരമ്പരകളിലൂടെയാണ്. പരമ്പരകൾ അറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധവുമില്ല. പരമ്പരകൾ അറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മിക ജ്ഞാനവും പ്രാപ്തമാകും. സ്വാമി തൃപ്പാദങ്ങളുടെ ശിഷ്യ പരമ്പരകളിലൂടെയാണ് ഈ അറിവിനെ ലോകത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആ പരമ്പരകള് ഗുരുവിന്റെ ശിഷ്യ പരമ്പര അറ്റുപോയി എന്ന് കരുതുക. എന്തെങ്കിലും ഒരു കാരണത്താൽ, നിർഭാഗ്യകരമായ കാരണം വന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശിഷ്യ പരമ്പരക്ക് ഇടവേള വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവിന്റെ മഹത്വമേറിയ ഈ ആധ്യാത്മിക ദർശനത്തിന്റെ പ്രചരണം ക്രമേണ ലോപം സംഭവിക്കും. നമ്മൾ കരുതും അത് വേറെ ആരെങ്കിലും ഏറ്റെടുത്ത് പറഞ്ഞോളും. പക്ഷെ അങ്ങനെയല്ല. അതിന് ക്രമേണ ഒരു ലോപം സംഭവിക്കുകയും ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാകുകയും, അങ്ങനെ ആധ്യാത്മികത അടിത്തറ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ക്രമേണ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അപ്പോൾ ആധ്യാത്മികമായ ജ്ഞാനവും ഭൗതികമായ ജ്ഞാനവും രണ്ടും നശിച്ചു പോകാതെ പരമ്പരകളിലൂടെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആചാര്യൻ പറയുകയാണ്, നീ ഏത് മാർഗത്തെ സ്വീകരിച്ചാലും, ഒരു ഗൃഹസ്ഥാശ്രമിയായി തീർന്നു കഴിഞ്ഞാലും അഥവാ ഒരു സന്യാസിയായി ആധ്യാത്മിക മാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാലും പ്രജാതന്തു മാ വിവച്ഛേത്സി, പരമ്പരയെ നീ മുറിക്കരുത്, പരമ്പരയെ ഉല്ലംഘിക്കരുത് എന്ന് പറയും. അപ്പൊ ഇവിടെ പ്രജകൾക്ക് വേണ്ടി, നല്ല സന്താനങ്ങൾക്ക് വേണ്ടിയും ധർമ്മ ആചരണത്തിനും വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, ധാനായ ധനസമ്പത്തിർ ഗാധസ്തേ വിഹിതാഹിത അതിഥി അഗതി വൈക്ഷാർത്ഥം പചേ നൈവാത്മകാരണാത്. എന്നുകൂടി ചൊല്ലാം. ധാനായ ധനസമ്പത്തിർ ഗാധസ്തേ വിഹിതാഹിത അതിത്യഗതി വൈക്ഷാർത്ഥം പചേ നൈവാത്മകാരണാത്. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തില്
ഒരു ഗൃഹസ്ഥാശ്രമി ഇവിടെ ഏറ്റവും മുഖ്യമായ കർത്തവ്യങ്ങളിൽ ഒന്നാണ് ധനസമ്പാദനം. വിഹിത ധനസമ്പത്ത്, ധനത്തെ ആർജിക്കണം. ആ ധനത്തെ ആർജിച്ചു കഴിഞ്ഞാൽ ആ ധനം മുഖ്യമായിട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. അതിൽ ഒന്നാമത്തെ കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യമാണ് ആത്മകാരണം. ഈ ശ്ലോകത്തിൽ നാം എന്നുള്ള വാക്ക് നിഷേധാർത്ഥം അവിടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ആ നിഷേധാർത്ഥം മാറ്റിയിട്ട് ആത്മകാരണ എന്ന വാക്ക് മാത്രം എടുക്കുക. ആത്മകാരണത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി മീൻസ് ഗൃഹസ്ഥാശ്രമിയുടെ മുഖ്യ കർമ്മം തന്റെ കുടുംബത്തെ നിലനിർത്തുക എന്നാണ്. കുടുംബം നിലനിൽക്കണമെങ്കിൽ ധനം വേണം. ധനമില്ലാതെ ഒരു കുടുംബവും നിലനിൽക്കില്ല. ആ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ പോഷണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും വേണമെങ്കിൽ അതാത് കാലത്ത് സമൂഹം കൽപ്പിച്ച ധനം നമുക്ക് ആർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ധനത്തെ ആർജിക്കുക എന്നുള്ളതാണ് ഗൃഹസ്ഥാശ്രമയുടെ മുഖ്യമായ ധർമ്മം. ആ ധനം എന്തിനൊക്കെ വിനിയോഗിക്കണം? ഒന്ന്, ആത്മകാരണത, തനിക്ക് വേണ്ടി വിനിയോഗിക്കണം. ശ്ലോകത്തില് ആ നാം എന്നുള്ളത് നിഷേധാർത്ഥം മാറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. തനിക്ക് വേണ്ടി ആ ധനം മീൻസ് തന്റെ കുടുംബത്തെ നിലനിർത്തുവാൻ വേണ്ടി ആ ധനം ഉപയോഗിക്കണം. അടുത്തത് ദാനായ, ദാനം ചെയ്യുവാൻ വേണ്ടി ആ ധനം ഉപയോഗിക്കണം. ഇനി എന്ത് പറയുന്നു? അതിഥി അഗതി ഭൈക്ഷാർത്ഥം, ഇത് മൂന്നാമത്തെ കാര്യമാണ്. അഗതികൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടി നമ്മൾ ആ ധനത്തെ ഉപയോഗിക്കണം. അപ്പൊ ഗൃഹസ്ഥാശ്രമി സമ്പാദിക്കുന്ന ധനത്തെ 3 പ്രകാരത്തിൽ വിനിയോഗിക്കണമെന്ന് ഗുരു പറയുന്നു. ഒന്ന്, അവനവന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി. കാരണം കുടുംബം ഉണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉള്ളൂ. കുടുംബം ഇല്ലാതായി കഴിഞ്ഞാൽ ബാക്കിയൊന്നുമില്ല. അപ്പൊ തനിക്ക് എന്തെങ്കിലും ഒരു ധർമ്മത്തെ ചെയ്യണമെങ്കിൽ ആദ്യം തന്റെ നിലനിൽപ്പിന് ആധാരമായ കുടുംബത്തെ ഭദ്രമാക്കണം. അതുകൊണ്ട് കുടുംബത്തിന്റെ പരിപോഷണത്തിന് വേണ്ടി ഗൃഹസ്ഥാശ്രമി ധനത്തെ വിനിയോഗിക്കണം. അത് നമുക്ക് ആത്മകാരണ എന്ന വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. 2, ആ ധനം സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആ ധനം ദാനം ചെയ്യണം കുറച്ചെങ്കിലും. 3 എന്ന് പറയുന്നത് അഗതികള് ഇവയുടെ ക്ഷേമത്തിന് വേണ്ടി ധനം നമ്മൾ മാറ്റിവെക്കും. അല്ലാതെ ന ഏവ ആത്മകാരണാത് ധനസമ്പത്തിൽ, അല്ലാതെ തനിക്ക് വേണ്ടി മാത്രം ഒരിക്കലും ഗൃഹസ്ഥാശ്രമി ധനത്തെ ആർജിക്കരുത്. ഇവിടെ ഗുരു പറഞ്ഞിരിക്കും തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്യരുത്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കൊടുക്കാനാകണം പാകം ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കണം, തനിക്ക് വേണ്ടി തന്റെ നിലനിൽപ്പിനും തന്റെ കുടുംബത്തിന്റെ കാര്യത്തിനും വേണ്ടി മാത്രം ധനസമ്പാദനം നടത്തുക എന്നുള്ളത് അധർമ്മമാണ്. അത് ഗൃഹസ്ഥാശ്രമ ധർമ്മമല്ല എന്ന് പറയും. മറിച്ച് തന്റെ കുടുംബത്തിന്റെ പോഷണത്തോടൊപ്പം തന്നെ ദാനവും അഗതികളുടെയും ക്ഷേമത്തിനു കൂടി വേണ്ടി ആ ധനത്തെ വിനിയോഗിക്കണമെന്ന് പറയും. അപ്പൊ ഇവിടെ അതിഥി എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആ അതിഥി എന്താണെന്ന് പലതവണ ചിന്തിച്ച കാര്യമാണ്. ഇനി മുന്നോട്ട് പഞ്ചമഹായജ്ഞത്തിലും അതിഥിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇവിടെ സാന്ദർഭികമായിട്ട് വന്നുകൊണ്ട് ആ വാക്കിനെ കുറിച്ച് സൂചിപ്പിക്കാം. അതിഥി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ബന്ധുക്കൾ എന്ന അർത്ഥം എടുക്കരുത്. ബന്ധുക്കൾ എന്ന അർത്ഥം മാത്രം എടുക്കരുത്. അപ്പൊ കുറച്ചുകൂടി പരിഷ്കരിച്ച് ചില ആൾക്കാർ പറയുന്നു തിഥി അറിയിക്കാതെ വരുന്ന ആൾക്കാരാണ് അതിഥി എന്ന്. അത് മാത്രമല്ല അതിഥി എന്ന വാക്കിന്റെ അർത്ഥം. മറിച്ച് നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തില് ഈ സമൂഹം എപ്പോഴും ധാർമ്മികമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത്, ഒരു വലിയൊരു കേടുപാട് കൂടാതെ മുന്നോട്ട് പോകുന്നത് സമൂഹത്തിൽ എല്ലാ കാലം ധർമ്മകാര്യങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ സമൂഹത്തെ നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കൊള്ളയുണ്ട്, കൊലപാതകമുണ്ട്, തോന്നിവാസങ്ങളുണ്ട്, പലതുമുണ്ട്. ഇങ്ങനെ പലതും ഉണ്ടായിട്ട് പോലും ഇത് ബാലൻസ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത്, അത് പൊട്ടാതെ തകരാതെ കുടുംബ വ്യവസ്ഥിതി, സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കുന്നത് ഇതിനെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാർമ്മികരായ വലിയൊരു പക്ഷം ജനങ്ങൾ അപ്പുറത്തുള്ളതുകൊണ്ടാണ്. അപ്പൊ ധർമ്മത്തെ പ്രവർത്തിക്കുന്ന ധർമ്മപ്രചാരകന്മാർ ഒരു ഭാഗത്തുള്ളത് കൊണ്ടാണ് അനേകായിരം ആശ്രമങ്ങൾ, അനേകായിരം ക്ഷേത്രങ്ങൾ, അനേകായിരം സത്പുരുഷന്മാര്, അനേകായിരം സന്യാസിമാര്, ഇങ്ങനെ ധർമ്മത്തെ നിലനിർത്തുന്ന, ധർമ്മത്തെ മുന്നോട്ട് നയിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഉള്ളത് കൊണ്ടാണ് ഈ സാമൂഹ്യ വ്യവസ്ഥിതി കുറച്ചെങ്കിലും അത് അത് തകരാതെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ബാലൻസിങ് നഷ്ടപ്പെടും. ആ ബാലൻസിങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ അധർമ്മം വളരും, ധർമ്മമാർഗം ഇല്ലാതായിട്ട്.
അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. ഏതേത് കാലത്തിലാണോ ധർമ്മത്തിന് വലിയ ഹാനി വരുന്നത്, ആ കാലത്തില് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസംസ്ഥാപനം ചെയ്യാൻ ഞാൻ അവതരിക്കുന്നു പറയുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ധർമ്മം പരിപൂർണമായി നശിച്ചു അധർമ്മം മാത്രം നിലനിൽക്കുന്നു എന്നതല്ല, മറിച്ച് ധർമ്മവും അധർമ്മവും എല്ലാ കാലവും ഉണ്ട്. രാമൻ ഉണ്ടെങ്കിൽ അപ്പുറത്ത് രാവണൻ ഉണ്ടാവും, കൃഷ്ണൻ ഉണ്ടെങ്കിൽ അപ്പുറത്ത് കംസൻ ഉണ്ടാവും. അതെല്ലാ കാലവും ഉണ്ട്. ഏത് കാലത്താണ് ഇവിടെ പരിപൂർണമായിട്ട് ധർമ്മം മാത്രം ഉണ്ടായത്? എല്ലാ കാലത്തും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ശക്തികൾ ഉണ്ടാകും. പക്ഷെ അവരുടെ ഒരു ബാലൻസിങ് ഉണ്ട്. ആ ബാലൻസിങ്ങിന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, അതായത് അധർമ്മത്തിന്റെ ശക്തികൾക്ക് വലിയ ഒരു പ്രാമുഖ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി ആകെ താറുമാറാം. അതുകൊണ്ട് ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി മറ്റു കാര്യങ്ങളിൽ നിന്ന് അല്പം സമയം മാറ്റിവെച്ച, മറ്റു കാര്യങ്ങളിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാത്ത പൂർണ്ണ സമയ ധർമ്മ പ്രചാരകരുണ്ട്. അത് സന്യാസിമാരാകാം, വൈദികരാകാം, അല്ലെങ്കിൽ കുറച്ചു സമയം മാത്രം തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും തന്റെ കുടുംബത്തിനും വേണ്ടി കുറച്ചു സമയം നീക്കിവെച്ച് ഒരു 90% കാര്യവും ഈ ധർമ്മ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേകായിരം സജ്ജനങ്ങളുണ്ട്. അവയെ നമുക്ക് ഏത് പ്രകാരത്തിലും പെടുത്താം. കേവലം സന്യാസിമാർ എന്നുള്ള പ്രകാരത്തിൽ മാത്രമല്ല, എങ്ങനെ വേണം പെടുത്താം. അപ്പൊ ഇവര് പണ്ട് കാലത്ത് നമ്മുടെ ഭാരതത്തില് ധർമ്മ പ്രചരണാർത്ഥമുള്ള ഭിക്ഷുക്കള്, സന്യാസിമാര്, ബ്രഹ്മചാരിമാര്, അവര് ഗ്രാമഗ്രാമാന്തരം ദേശാന്തരം സഞ്ചരിക്കുകയും ധാർമ്മികമായ കാര്യങ്ങൾ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്യും. അപ്പൊ ഇതൊന്നും ഒരു വിദൂരമായ ഏതോ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളല്ല. ഇന്നും നമുക്കിത് കാണാവുന്നതാണ്. ഇന്നും നിങ്ങൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ചാതുർമാസ്യ കാലഘട്ടവും നമ്മുടെ ഗുരുപൂർണിമ വരെയുള്ള, അത് ഒരു 4 മാസം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം ആ മാസങ്ങൾ. ആ മാസങ്ങളെ ചാതുർമാസ്യം എന്ന് പറയും. ഈ ചാതുർമാസ്യത്തില് സന്യാസിമാർ എന്ത് ചെയ്യും? സന്യാസിമാർ ഓരോരോ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചു കഴിഞ്ഞ് അവിടുത്തെ ഗ്രാമീണർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവരുടെ മറ്റ് ജീവനോപാധികൾ, അതായത് ഭക്ഷണം, വസ്ത്രം, താമസമൊക്കെ അവർ വ്യവസ്ഥപ്പെടുത്തുന്നു. ആ സന്യാസിമാർ അവിടെ താമസിച്ചുകൊണ്ട് ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ധാർമ്മികമായ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് വരും. അതിലൂടെ ധർമ്മം എന്താണെന്നും ധർമ്മമാർഗത്തിൽ ഉറച്ചിരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ ഗുരുവിന്റെ ജീവിതത്തിൽ ഗുരുവിന്റെ അച്ഛൻ മടനാശാന്റെ ആ ഒരു ജീവിതത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം എല്ലാ വീടുകളിലും പോയി രാമായണത്തെക്കുറിച്ച്, മഹാഭാരതത്തെക്കുറിച്ച്, നമ്മുടെ പുരാണങ്ങളെക്കുറിച്ച് അത് പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥത്തെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ധർമ്മത്തിൽ ജനങ്ങൾക്ക് ഉറച്ചിരിക്കാൻ സാധിക്കും. ഇത്തരം മേഖലയെ നമ്മൾ പരിപൂർണമായിട്ട് അവഗണിച്ചു കഴിഞ്ഞാൽ, കേവലം നമ്മൾ അർത്ഥസമ്പാദനത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോലും അറിയാതെ ഒരു ഘട്ടത്തിൽ നമ്മുടെ കുടുംബ വ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയും താറുമാറാകും. എന്തുകൊണ്ടാണ്? ഇതിനെല്ലാം നിലനിർത്തുന്നത് ധർമ്മമാണ്. ഗുരു മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്, മുന്നോട്ടെല്ലാം കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ധർമ്മ ലോകപ്രവർത്തക എന്ന്. ധർമ്മമാണ് ഈ ലോകത്തെ പ്രവർത്തിക്കുന്നത്. ആ ധർമ്മത്തെ പ്രചരിപ്പിക്കുവാൻ കുറച്ച് ആളുകൾ എല്ലാ സമയവും വേണം. അപ്പൊ പണ്ടത്തെ കാലത്ത് ഈ ധർമ്മ പ്രചാരന്മാരായിരിക്കുന്ന ആളുകൾക്ക് അവര് മറ്റ് ജോലികൾ ചെയ്ത് ധനത്തെ നേടിയെടുക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. കാരണം അവര് പൂർണ്ണമായിട്ട് ഇങ്ങനെ യാത്രകളിലാണ്, അതുപോലെ മറ്റു കാര്യങ്ങളിലാണ്. അപ്പൊ മറ്റു ജോലികൾ ചെയ്ത് ധനസമ്പാദനം ചെയ്ത് തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യം അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവര് ഏത് വീട്ടിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രാമത്തിലാണോ പോകുന്നത്, ആ ഗ്രാമീണര്, ആ വീട്ടുകാര് അവരുടെ പരിമിതമായ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുത്തിരുന്നു, അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ കൊടുത്തിരുന്നു, അവർക്ക് അല്പം തലചായ്ക്കാൻ ഇടം കൊടുത്തിരുന്നു. അങ്ങനെ ഗൃഹസ്ഥാശ്രമികള് ഇത്തരം പൂർണ്ണസമയ ധർമ്മപ്രചാരകന്മാരുടെ അവരുടെ ആവശ്യങ്ങൾ ഗൃഹസ്ഥാശ്രമികൾ നിറവേറ്റുകയും ഗൃഹസ്ഥാശ്രമികൾക്ക് ധർമ്മത്തിൽ ഉറയ്ക്കാൻ ആവശ്യമായ ജ്ഞാനത്തെയും മാർഗനിർദ്ദേശത്തെയും അവർ പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലൂടെയാണ് നമ്മുടെ ധർമ്മ വ്യവസ്ഥിതി ശക്തമായിട്ട് മുന്നോട്ട് പോയത്. അങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആളുകളെയാണ് മുഖ്യമായിട്ടും അതിഥി എന്ന വാക്കിലൂടെ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മുടെ ബന്ധുജനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, നമ്മൾ അവർക്ക് മിഷ്ടാനം അവർ സൽക്കരിക്കുന്നു, നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു,
അവര് നമ്മളെ സൽക്കരിക്കുന്നു. ഇതിനെല്ലാം വാസ്തവത്തിൽ അതിഥി യജ്ഞമായിട്ട് മനസ്സിലാക്കണം. ഇതും ഒരു അതിഥി യജ്ഞത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ മുഖ്യാർത്ഥം എന്ന് പറയുന്നത് ധർമ്മപ്രചാരന്മാരായിട്ടുള്ള ആളുകളുടെ, അവര് നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ അന്നപാനീയങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. അപ്പൊ അതൊരു ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമാണ്. അപ്പൊ സന്യാസാശ്രമത്തെയും ബ്രഹ്മചര്യാശ്രമത്തെയും വാസ്തവത്തിൽ നിലനിർത്തുന്നത് ഗൃഹസ്ഥാശ്രമികളാണ്. ബ്രഹ്മചര്യാശ്രമത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് അറിവ് നേടിയെടുക്കാൻ വേണ്ടി അവൻ ആ കാലഘട്ടം വിനിയോഗിക്കുന്നു. അവൻ പണം സമ്പാദിക്കുന്നില്ല. അപ്പൊ അവൻ അറിവ് നേടിയെടുക്കുമ്പോൾ അവന്റെ അറിവിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഗൃഹസ്ഥാശ്രമികളാണ്. ഇന്നും ഇപ്പൊ ഞാൻ വടക്കേ ഇന്ത്യയുടെ ഉദാഹരണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ ചൂണ്ടിക്കാണിച്ച് ഉദാഹരണം പറയാൻ സാധിക്കാതെ കൊണ്ട്. അപ്പൊ പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഗുരുദേവൻ പഠിച്ചത് ചേവണ്ണൂർ കളരിയാണല്ലോ, കായംകുളത്ത് പുതുപ്പള്ളിയിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുരുകുലങ്ങൾ, നൂറുകണക്കിന് ഗുരുകുലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ ഗുരുകുലങ്ങളിൽ താമസിപ്പോ ചേവണ്ണൂർ കളരിയിൽ താമസിച്ച് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ക്ഷേമകാര്യങ്ങളൊക്കെ വാർണപ്പള്ളി വീട്ടുകാരാണ് നിർവഹിച്ചത്, ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും. അതേപോലെ ഗുരുകുലങ്ങളിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ ക്ഷേമകാര്യങ്ങൾ അതാത് ആ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് നിർവഹിച്ചിരുന്നു. ഇപ്പൊ കേരളത്തിലെ ഗുരുകുല സിസ്റ്റം ഇപ്പോഴും അപ്രസക്തമായി. ഇപ്പോഴൊന്നും നമുക്ക് ഗുരുകുലങ്ങൾ കാണാൻ സാധിക്കില്ല. പക്ഷെ ഇന്നും വടക്കേന്ത്യയില് നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് ഗുരുകുലങ്ങളെ കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ ഗുരുകുലങ്ങൾ. ആ ഗുരുകുലങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്, അന്തേവാസികൾ. പല ഗുരുകുലങ്ങളിലും ഒരു പ്രത്യേക സ്കീമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേര് ഋഷിപുത്ര യോജന എന്നാണ്. ഋഷിപുത്ര യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുകുലത്തിലേക്ക് 3 വർഷം 4 വർഷം അല്ലെങ്കിൽ 5 വർഷം താമസിച്ച് പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി, ആ ഒരു വിദ്യാർത്ഥിയെ ഒരു ഗൃഹസ്ഥൻ എന്ത് ചെയ്തു, സ്പോൺസർ ചെയ്തു. ഒരു ഗൃഹസ്ഥൻ പരിപൂർണമായിട്ട് ആ വിദ്യാർത്ഥി ഏറ്റെടുത്ത് അവന്റെ ചികിത്സ, അവന്റെ പഠന ഉപകരണങ്ങൾ, വസ്ത്രമെല്ലാം ഈ 5 വർഷത്തേക്ക് ആ ഗൃഹസ്ഥന് കൊടുക്കും. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു നിശ്ചിത തുക ആ വ്യക്തിയുടെ പേരിൽ ഗുരുകുലത്തിൽ കൊടുക്കും. അതിന് ഋഷിപുത്ര യോജന എന്ന് പറയും. ഇന്നും ഋഷിപുത്ര യോജനകളുള്ള നൂറുകണക്കിന് ഗുരുകുലങ്ങളുണ്ട്. ഇപ്പൊ നമുക്കൊരു ഗുരുകുലത്തിലേക്ക് പോയി പറയാം, ഞാൻ ഋഷിപുത്ര യോജനയിൽ ഞാൻ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, അല്ലെങ്കിൽ 2 വിദ്യാർത്ഥിയെ, അല്ലെങ്കിൽ 3 വിദ്യാർത്ഥിയെ ഞാൻ സ്പോൺസർ ചെയ്യാന്ന് പറയാം. ബോംബെയിൽ വലിയൊരു ഗുരുകുലമുണ്ട്. ആ ഗുരുകുലത്തിന്റെ പേര് സാന്ദീപനി സാധനാലയം എന്നാണ്. ആ ഗുരുകുലത്തില് 3 വർഷത്തെ ഒരു പാഠക്രമമാണ് അന്തേവാസികളായിട്ട് താമസിക്കുന്ന വിദ്യാർത്ഥികൾ. അവിടുന്ന് പഠിച്ചവര് പുറത്തേക്ക് ഒന്നുകിൽ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഇരുന്നു, അല്ലെങ്കിൽ സന്യാസിയായിട്ട് മാറി. അപ്പൊ ഇവിടെ എല്ലാ 3 വർഷം കൂടുമ്പോഴും ഒരു 10-200 വിദ്യാർത്ഥികൾ ചേരുകയും ഒരു 3 വർഷം വേദപഠനം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ 10-200 വിദ്യാർത്ഥികളെ മുഴുവനും, അതായത് ഓരോ 3 വർഷത്തിലാണ് കോഴ്സ് ഉണ്ടാവുന്നത്. മീൻസ് ഒരു കോഴ്സിന്റെ കാലാവധി 3 വർഷമാണ്. ആ 3 വർഷം ഒരു 10-200 പേര് പഠിക്കുന്നു. 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 3 വർഷം, വീണ്ടും അടുത്ത 3 വർഷം. അപ്പൊ ഇതിൽ നമുക്ക് ഒരു വിദ്യാർത്ഥിയെ ഋഷിപുത്ര യോജന പ്രകാരം നമുക്ക് സ്പോൺസർ ചെയ്യാം ഈ 3 വർഷത്തേക്ക്. അപ്പോൾ 200ഓളം പേര് പഠിക്കുന്നു എന്ന് കരുതുക, അവിടെ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ ഗുരുകുലത്തില്, ബോംബെയിലുള്ള ഈ ഗുരുകുലത്തില് ഇനി വരാൻ പോകുന്ന 5ഉം 6ഉം 7ഉം കോഴ്സുകൾ, 3 വർഷം കൂടി നിൽക്കുന്ന കോഴ്സ്, അതിൽ പങ്കെടുക്കാവുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോഴേ ഋഷിപുത്ര യോജന പ്രകാരം ആളുകൾ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നോക്കൂ, ഇന്നും വടക്കേന്ത്യയില്, ഇന്നും ഉത്തരഭാരതത്തിൽ ആ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ പാലിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ പല കാര്യങ്ങളിലും അവരെ നമ്മൾ പരിഹസിച്ചേക്കാം. അത് നമ്മൾ കേരളത്തിന്റെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ആണ് പരിഹസിക്കുന്നത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ വലിയ പ്രയത്നം, അവരുടെ വലിയ അധ്വാനം, നോക്കൂ, ആ പരിഹസിക്കുന്ന വിഷയങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്, നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ സാമാന്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രയത്നം, അവരുടെ കഠിനാധ്വാനം, അതേപോലെ ധാർമ്മികമായ കാര്യങ്ങളിലുള്ള അവരുടെ ഉത്സാഹം, ഇതൊക്കെ നമുക്ക് അനുകരണീയമായ മാതൃകകളാണ്. ആ പറഞ്ഞു വന്നത്, ഈ സമൂഹത്തിനെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റ് വ്യവഹാരങ്ങളിൽ നിന്ന് മാറി പൂർണ്ണ സമയം ധർമ്മപ്രചാരന്മാരായിരിക്കുന്ന ആളുകൾ, അവരുടെ ക്ഷേമകാര്യങ്ങളെ ആരാണ് പരിഗണിക്കേണ്ടത്? അവരുടെ ക്ഷേമകാര്യങ്ങൾ നിർവഹിക്കേണ്ടതും പരിഗണിക്കേണ്ടതും ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അത്തരം ധർമ്മപ്രചാരകരെയാണ് ഗുരുദേവൻ ഇവിടെ അതിഥി എന്ന വാക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിഥി എന്ന വാക്കിന്റെ മുഖ്യ അർത്ഥമായിട്ട് നാം മനസ്സിലാക്കണം.
അപ്പൊ ഗൃഹസ്ഥാശ്രമം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ധർമ്മപ്രചാരകന്മാർക്ക് ധർമ്മപ്രചാരണം ചെയ്യാനുള്ള സാഹചര്യം, ഭൗതിക സാഹചര്യം ക്രമേണ നഷ്ടപ്പെടും. അതിന്റെ ദൂരവ്യാപകമായ ഫലം വളരെ ഭീകരവുമായിരിക്കും. ഇനി അഗതി എന്ന് പറഞ്ഞാൽ ആരോരും ആശ്രയമില്ലാത്ത ആൾക്കാർ, അതിഥികൾക്കും കൂടാതെ അഗതികൾക്കും, ആശ്രയമില്ലാത്ത ആൾക്കാർക്കും അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സഹായം, ആ സഹായത്തിന് ഉതകുന്ന രീതിയിൽ തന്റെ ധനത്തെ ഗൃഹസ്ഥാശ്രമി വിനിയോഗിക്കണം എന്ന് പറയുന്നു. അല്ലാതെ തനിക്ക് വേണ്ടി മാത്രം ന ഏവ ആത്മകാരണാത് പചേത്, തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്യരുത്. തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം സമ്പാദിക്കരുത്. ഭാര്യയുടെയും മക്കളുടെയും സുഖത്തെ മാത്രം കാക്ഷിക്കരുത്. ഭാര്യയുടെയും മക്കളുടെയും തന്റെയും സുഖത്തെ തീർച്ചയായും കാക്ഷിക്കണം. പക്ഷെ അതോടൊപ്പം എന്ത് വേണം? അതോടൊപ്പം ദാനത്തിന് വേണ്ടിയും അഗതികളുടെ ക്ഷേമത്തിന് വേണ്ടിയും താൻ സമ്പാദിക്കുന്ന ധനത്തെ വിനിയോഗം ചെയ്യണമെന്ന് ഗുരു പറയുന്നു. ഇപ്രകാരം ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് പറയില്ല. ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ നമുക്കൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അത് ഗൃഹസ്ഥാശ്രമ ധർമ്മമാകണമെങ്കിൽ ഈ രീതിയിൽ ധനത്തെ നേടുകയും വിനിയോഗിക്കുകയും ചെയ്യുകയും വേണം. ഇനി അടുത്ത ശ്ലോകത്തില് ഗൃഹസ്ഥാശ്രമിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ചില മാനുഷികമായ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണ്. പ്രണയ സർവഭൂതേഷു കരുണാമസൃണാമതേ സമത്വം സർവഭാവേഷു ഭവേയുർഗൃഹിണോ ഗുണ. ഒന്നുകൂടി ചൊല്ലാം. പ്രണയ സർവഭൂതേഷു കരുണാമസൃണാമതേ സമത്വം സർവഭാവേഷു ഭവേയുർഗൃഹിണോ ഗുണ. ഗൃഹിണോ ഗുണ, ഗൃഹസ്ഥാശ്രമികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? സർവഭൂതേഷു പ്രണയ, എല്ലാ ജീവജാലങ്ങളോടും. നോക്കൂ, സർവഭൂതേഷു എന്ന് പറഞ്ഞിരിക്കുന്നു. ലോകത്തിലുള്ള സകല ജീവജാലങ്ങളോടും സ്നേഹം ഉണ്ടായിരിക്കണം. കരുണാമസൃണാമതി, കരുണ മസൃണ, മസൃണ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്നിഗ്ധമായിരിക്കും. അതായത് ഒരു നമ്മൾ കടലിൽ ഉപ്പ് സ്നിഗ്ധമായിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. അതേപോലെ കരുണാ മസൃണ മതി, മതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, ബുദ്ധി, നമ്മുടെ മനസ്സൊക്കെ കരുണാരസത്താൽ നിറഞ്ഞിരിക്കണം. അതേപോലെ സർവഭാവേഷു സമത്വം, എല്ലാവരിലും സമഭാവനയേക്കാർ, ആരെയും വലുതായോ ചെറുതായോ കാണരുത്, എല്ലാവരിലും സമത്വത്തെ ദർശിക്കണം. ഇതൊക്കെ ഗൃഹസ്ഥാശ്രമികളുടെ ഗുണങ്ങളാണെന്ന് ഗുരു പറയുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. യഥീവർണേ ചാരിദിശ്ച പക്വാന സ്വാമിനോ മത യതി ഹസ്തേ ജലം ദത്വാ ഭൈക്ഷ്യം ദദ്യാ തദോ ജലം. ഒന്നുകൂടി വായിക്കാം. യഥീവർണേ ചാതിദിശ്ച പക്വാന സ്വാമിനോ മത യതി ഹസ്തേ ജലം ദത്വാ ഭൈക്ഷ്യം ദദ്യാ തദോ ജലം. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പല പല ആൾക്കാരും കടന്നു വരും. ആ ആൾക്കാരുടെ കൂട്ടത്തിൽ യതികൾ മീൻസ് സന്യാസിമാർ, വർണ്ണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിമാർ, ഗുരുകുലവാസികളായ വിദ്യാർത്ഥികൾ, അതിഥികൾ, മറ്റു അതിഥികൾ, ഇവരൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ആരാണ്? ഗുരു പറയുന്നു ഇവരൊക്കെ പക്വാന സ്വാമിമാരാണെന്ന് പറയും. എന്താണ് ഈ പക്വാനം? പക്വാൻ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്ത് അന്നം കൊടുക്കാൻ യോഗ്യന്മാരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലത്ത് ഈ ഭിക്ഷാ സമ്പ്രദായത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു അർത്ഥത്തെ, അതിന്റെ ഒരു രസത്തെ ഗ്രഹിക്കാൻ പറ്റും. നമ്മളിപ്പോ ഭിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചക്കാരൻ എന്ന ഭാവത്തിൽ ഒരു റോഡിൽ കിടക്കുന്ന ഒരാൾക്ക് ഭിക്ഷ കൊടുക്കുന്നു. ഭിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ ധർമ്മപ്രചാരന്മാരുടെ ഭക്ഷണത്തിന്റെ പേരാണ് ഭിക്ഷ, അല്ലാതെ അതൊരു മോശമായ സംഭവമൊന്നുമില്ല. അപ്പൊ ആ ഭിക്ഷ പല പ്രകാരത്തിലും കൊടുക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെ സൂഖ ഭിക്ഷ എന്ന് പറയും. സൂഖ ഭിക്ഷ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഭിക്ഷ. എന്താണ് ഉണങ്ങിയ ഭിക്ഷ? ഉണങ്ങിയ ഭിക്ഷ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പഴം, അങ്ങനെയാണ്? അങ്ങനെയല്ല, മറിച്ച് വേവിക്കാത്ത ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിനാണ് നമ്മൾ സൂഖ ഭിക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പരിപ്പ് കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, അതുപോലെ പയറ് കൊടുക്കുന്നു, അങ്ങനെ വേവിക്കാത്ത സാധനങ്ങൾ കൊടുക്കുന്നു. അയാൾ അത് കൊണ്ടുപോയിട്ട് തന്റെ സ്ഥലത്തിരുന്ന് വേവിച്ചു കഴിക്കും. എന്നാൽ പക്വാന മതി എന്ന് പറഞ്ഞ് പക്വാന സ്വാമിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിക്കാത്ത ഭക്ഷണം കൊടുക്കരുത്, മറിച്ച് വേവിക്കാത്ത ഭക്ഷണം മീൻസ് അരി, പയറ് തുടങ്ങിയ വ്യഞ്ജനങ്ങൾ കൊടുക്കരുത്.
മറിച്ച് വേവിച്ച ഭക്ഷണം കൊടുക്കും. ചോറ്, ചായ, പലഹാരങ്ങൾ, ഇതെല്ലാം ചോറ്, കറികൾ, ഇതെല്ലാം കൊടുക്കുക. അപ്പൊ അവയാണ് പക്വാന സ്വാമിമാർ എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ പക്വാന സ്വാമിമാര്? സന്യാസിമാര്, ഗുരുകുലവാസികളായ ബ്രഹ്മചാരിമാർ, മറ്റ് അതിഥികൾ, ഇവരൊക്കെ പക്വാനത്തിന് പാചകം ചെയ്ത് അന്നം കഴിക്കാൻ അധികാരികളാണ്. ഇവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ആദ്യം നമ്മുടെ വീട്ടിലേക്ക് യാദൃശ്ചികമായിട്ടോ അല്ലാതെയോ ഒരു സന്യാസി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, നമുക്ക് കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇത് ഇപ്പോൾ പ്രസക്തമാണോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഇങ്ങനെ സന്യാസിമാരൊക്കെ എല്ലാ വീട്ടിലും കയറി ചെല്ലുമോ? ഇതൊക്കെ ഏതോ കാലത്ത് നടന്ന കാര്യം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ഭാരതത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ ഇത് വ്യാപകമാണ്. ഇത് കുറച്ച് ഉണ്ടെന്നല്ല, അത് വളരെ വ്യാപകമാണ്. എല്ലായിടത്തും കാണാൻ കഴിയാവുന്ന ഒരു കാഴ്ചകളാണ് ഇത്. അതുകൊണ്ട് വിശാലമായ അർത്ഥത്തിൽ ഇന്നും ഇത് പ്രസക്തമായ കാര്യങ്ങളാണ്. നമ്മുടെ ഗ്രാമത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതി ഇതിനെ നമ്മൾ ഒരു അന്യമായിട്ട് കാണരുത്. ഇത്തരം ആശയങ്ങൾ എന്നെന്നും സമൂഹത്തിൽ പ്രസക്തമായ ആശയങ്ങൾ തന്നെയാണ്. ഇപ്പൊ സപ്പോസ് നമ്മുടെ വീട്ടിലേക്ക് ഒരു സന്യാസി കടന്നു വന്നു എന്ന് കരുതും. അപ്പൊ സന്യാസി കടന്നു വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ആദ്യം തന്നെ സന്യാസിയുടെ കയ്യിൽ ഇച്ചിരി വെള്ളം കൊടുക്കണം. ആ വെള്ളം കൊടുത്ത് കൈയെല്ലാം കഴുകിയിട്ട് സന്യാസിക്ക് ഭിക്ഷ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്തതിന് ശേഷം എന്ത് വേണം? ഭക്ഷണം കൊടുത്തതിന് ശേഷം വീണ്ടും വെള്ളം കൊടുക്കണം. അപ്പൊ അതൊരു ഉപചാരം എന്ന രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു സന്യാസി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കാം, കൈകാലുകൾ കഴുകാൻ വെള്ളം കൊടുക്കാം. അതിനുശേഷം അദ്ദേഹത്തെ ഇരുത്തി ഉപചാരങ്ങൾ സമർപ്പിച്ച് ഭക്ഷണം കൊടുക്കാം. ഭക്ഷണം കൊടുത്തതിന് ശേഷം വീണ്ടും വെള്ളം കൊടുക്കാം. അപ്പൊ ആ ഒരു ഉപചാരത്തിന്റെ ക്രമത്തെ ഗുരു ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു സന്യാസിയെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദരിക്കണം എന്ന് പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ വീണ്ടും പറയുന്നു, ഉദ്വാഹാർത്ഥം ഗുരുകുലാത് നിർധാരേതാം വധൂവരോ തത്കർമ്മ തത്ര കാര്യം വാ ജാനതാ ദേവതാലയേ. ഉദ്വാഹാർത്ഥം എന്താണ്? ഉദ്വാഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഉദ്വാഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം വിവാഹം എന്നാണ്. വിവാഹത്തിന്റെ മറ്റൊരു പേരാണ് ഉദ്വാഹം. ബഹു എന്നുള്ള ധാതുവാണ്. അതിന്റെ കൂടെ വി ഉപസർഗം ചേർത്താൽ വിവാഹം എന്നായി. ഉദ് എന്നുള്ള ഉപസർഗം ചേർത്താൽ ഉദ്വാഹം എന്നായി. അപ്പൊ നമുക്ക് വിവാഹ ക്ഷണക്കത്ത് എന്നുള്ളതിന്റെ പകരം ഉദ്വാഹ ക്ഷണക്കത്ത് എന്ന് എഴുതി കഴിഞ്ഞാലും സംഗതി ശരി തന്നെയാണ്. പക്ഷെ ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നതേ ഉള്ളൂ. അപ്പൊ ഉദ്വാഹാർത്ഥം ഗുരുകുലാത് നിർധാരേതാം വധൂവരോ. ഉദ്വാഹാർത്ഥം വധൂവരോ ഗുരുകുലാത് നിർധാരേതാം. ഇപ്പൊ വിവാഹത്തിന് വേണ്ടി എല്ലാ ആലോചനകളും ഏർപ്പാടുകളും ഒക്കെ ചെയ്യേണ്ടത് എവിടെ വെച്ചിട്ടാണ്? ഗുരുകുലത്തിൽ വെച്ചിട്ടാണ്. ഇപ്പൊ ഗുരുകുലത്തിൽ വെച്ച് തന്നെ ഗുരുവിന്റെ ആചാര്യന്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ വരന് വധുവിനെയും വധുവിന് വരനെയും അന്വേഷിച്ച് കണ്ടെത്തി ഉറപ്പിക്കണം ഗുരുകുലത്തിൽ വെച്ച് തന്നെ. എന്നിട്ട് വിവാഹം എവിടെയാണ് ചെയ്യേണ്ടത്? പറയുന്നു, 2 സ്ഥലത്ത് നമുക്ക് വിവാഹം ചെയ്യാം. 2 സ്ഥലത്ത് വിവാഹ കർമ്മങ്ങൾ ചെയ്യാം. ഒന്ന് തത്ര മീൻസ് ഗുരുകുലത്തിൽ വെച്ച് തന്നെ. ശ്ലോകം 178 ശ്ലോകത്തിന് അന്വയത്തിൽ ആ വാക്കുകൾ കാണാൻ സാധിക്കും. തത്ര വാ ദേവതാലയേ വാ. 2 സ്ഥലത്ത്, ഒന്ന് നമ്മൾ പഠിച്ച ഗുരുകുലത്തിൽ ഗുരുവിന്റെ സന്നിധിയിൽ വെച്ച് നമുക്ക് വിവാഹ മംഗളകർമ്മം ചെയ്യാം. 2 ദേവതാലയം, ഒരു അമ്പലത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യാം. മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യരുത്. കാരണം ഈ 2 സ്ഥലം, വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ ഒരു യജ്ഞമാണ്. നമ്മുടെ ഷോഡശ സംസ്കാരങ്ങളിൽ ഒരു പ്രധാനമായ ഒരു യജ്ഞമാണ് വിവാഹ സംസ്കാരം. നമ്മളൊരു മഹത്തരമായ ഒരു പൂജ നമ്മൾ ചെയ്യുന്നു വരുന്നത്, ഒരു ഹോമം ചെയ്യുന്നു, ഗുരുവിന്റെ ഒരു മഹാമന്ത്രം ഉപയോഗിച്ചൊരു മഹത്തരമേറിയൊരു ഹോമം ചെയ്യുന്നു. നമ്മളത് എവിടെയെങ്കിലും ചെയ്യുമോ? നമ്മളെല്ലാവർക്കും ചെയ്യും. പക്ഷെ ആ ചെയ്യുന്ന സ്ഥലത്തിന് വളരെ ഭവ്യമായ ഒരു സ്ഥലമായിരിക്കും. ആ ഭവ്യമായ രീതിയിൽ നമ്മൾ അതിനെ സജ്ജീകരിക്കും. കാരണം ആ കർമ്മം എന്താണ്? ആ കർമ്മം ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളെ ശ്രേഷ്ഠമാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം എന്ന വാക്കിനാൽ അറിയപ്പെടുന്ന വളരെ പവിത്രമായ ഒരു കർമ്മമാണ് വിവാഹ സംസ്കാരം. ആ വിവാഹ സംസ്കാരം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ ഒന്നുകിൽ അത് ഗുരുകുലത്തിലായിരിക്കണം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ അമ്പലത്തിലോ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രായോഗികമായിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് ഗുരുകുലത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റു സ്ഥലങ്ങളിലോ അത്രയും പേരെ ഉൾക്കൊള്ളാവുന്ന, കാരണം നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വളരെ ആഘോഷപൂർവ്വം അതിനെ ആചരിക്കുന്നു. നമ്മളെല്ലാ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് വലിയ ആഘോഷപൂർവ്വം ആചരിക്കും. അപ്പൊ ഒരുപാട് സ്ഥലം വേണം നമുക്ക് ഇരിക്കാൻ, വലിയ ഓഡിറ്റോറിയം വേണം.
അപ്പൊ അങ്ങനെയുള്ള ഒരു അസൗകര്യങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടുമുള്ള ഈ കാലത്ത് നമുക്ക് ഈ രണ്ട് സ്ഥലത്ത് വെച്ച് മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുന്ന കാര്യമാണ്? അതിന് നമ്മൾ ചെയ്യേണ്ടത്, നാം എവിടെയാണോ വിവാഹ സംസ്കാരം ചെയ്യുന്നത്, എവിടെയാണ് വിവാഹ കർമ്മം ചെയ്യുന്നത്, ആ സ്ഥലത്തെ ഒരു ദൈവികമായ അന്തരീക്ഷം ആ സ്ഥലത്തിന് ഉണ്ടാക്കിയാൽ മതി. അതിമനോഹരമായി ദൈവിക ഭാവത്തിൽ അലങ്കരിച്ച മണ്ഡപം, ആ മണ്ഡപത്തില് ഗുരുവിന്റെ വലിയ ചിത്രം മാലയിട്ട് വെച്ചത്, ഗുരുപൂജ ചെയ്ത് ഗുരുപുഷ്പാഞ്ജലികൾ ചെയ്ത് വളരെ പവിത്രമായി തീരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ വൈദികമായ കർമ്മത്തോടുകൂടി ആചാര്യൻ നിർദ്ദേശിക്കുന്ന മന്ത്രങ്ങളെ ചൊല്ലി വധൂവരന്മാർ വിവാഹ സംസ്കാരം ചെയ്യുന്നു. അപ്പൊ നാം എവിടെയാണ് വിവാഹ കർമ്മം നടത്തുന്നത്, ആ സ്ഥലത്തെ ദൈവികമായ ഒരു സ്ഥലമാക്കി മാറ്റിയാൽ മതി, ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ മതി. ആ രീതിയിലുള്ള ചിത്രങ്ങളെയും ആ രീതിയിലുള്ള അന്തരീക്ഷത്തെയും ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് വിവാഹകർമ്മം ചെയ്യണമെന്ന് ഗുരു പറയുന്നു. ഇനി വിവാഹത്തിന് എത്ര ആളുകളാണ് പങ്കെടുക്കുന്നത് വ്യക്തമായിട്ട് പറയും. വാസ്തവത്തിൽ ഈ അടുത്ത ശ്ലോകം വളരെ രസകരമായ ശ്ലോകമാണ്. കാരണം ആൾക്കാർ ഇതിന്റെ അർത്ഥത്തെ വേറൊരു തരത്തിൽ ചിന്തിക്കാറുണ്ട്. ആ ചിന്ത തെറ്റൊന്നുമല്ല, പക്ഷെ അതിന്റെ അന്വയം മനസ്സിലാക്കുന്നതിനുള്ള ചെറിയൊരു കുഴപ്പം കാരണം ആ അർത്ഥത്തെ വേറൊരു പ്രകാരത്തിൽ ചിന്തിച്ച് അത് ഗുരുവിന്റെ വചനമായിട്ട് പല സ്ഥലത്തും എഴുതി വെച്ചത് നമ്മൾ വായിക്കാറുണ്ട്. നമുക്ക് ആ ശ്ലോകം ചിന്തിക്കാം. 179. വരസ്യ പിതരൗ വധ്വാ പിതരൗ സഹപാഠിനൗ വധൂവരജ്ഞാതിയുഗ്മാചാര്യശ്ച പുരോഹിതഃ. വരസ്യ പിതരൗ വധ്വാ പിതരൗ സഹപാഠിനൗ വധൂവരജ്ഞാതിയുഗ്മ ആചാര്യശ്ച പുരോഹിതഃ. ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ ആരൊക്കെ പങ്കെടുക്കണമെന്ന് ഗുരു പറയുന്നു. ആദ്യം പറയുന്നു വരസ്യ പിതരവും, വരന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കണം. ഇനി ആരാണ്? വധ്വ പിതരവും, വധുവിന്റെ മാതാപിതാക്കളെയും വിളിക്കണം. സഹപാഠിനവും, സഹപാഠികളും ഉണ്ടായിരിക്കണം. സഹപാഠികൾ മീൻസ് ആ ഗുരുകുലത്തിൽ പഠിച്ച തന്റെ കൂട്ടുകാരൊക്കെ വിളിക്കണം. അപ്പൊ എത്ര സഹപാഠികളെ വിളിക്കാം? അങ്ങനെ ഗുരു പറഞ്ഞിട്ടുണ്ടോ? ഒരു 50, 100, 500 സഹപാഠികളെ വിളിച്ചേക്കാം. അല്ലെങ്കിൽ കോളേജിൽ 2000 പേര് പഠിക്കുന്ന 2000 പേരെ വിളിച്ചേക്കാം. എത്ര സഹപാഠികളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഉണ്ടല്ലോ. ആ വാക്ക് നോക്കൂ, സഹപാഠിനൗ എന്നാണ്. അത് ദ്വിവചനമാണ്. ദ്വിവചനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര്, 2 സഹപാഠികളെ വിളിക്കാം. അപ്പൊ നോക്കൂ, വരന്റെ മാതാപിതാക്കൾ 2 ആയി, വധുവിന്റെ മാതാപിതാക്കൾ 2 ആയി, സഹപാഠികൾ 2 ആയി. വധുവരജ്ഞാതി യുഗ്മം, വധുവിന്റെയും വരന്റെയും 2 ബന്ധുക്കളെയും വിളിക്കാം. പിന്നെയോ ആചാര്യൻ, പുരോഹിതൻ, ഈ 2 പേര്. ഇതെല്ലാം ചേർന്ന് എത്ര പേരായി? 10 പേരായി. ഇനിയാണ് രസം. ഇനി അടുത്ത ശ്ലോകത്തിലാണ് ഗുരു ആ കാര്യം പറയുന്നത്. ദശസന്നിധീരം സ്തേ പാണിപീഡന കർമ്മണി നാതോ ന്യൂനാസ്തു യുജ്യേരൻ ലോകസംഗ്രഹ കാരണാത്. അപ്പൊ പറയുന്നു, ദശ, അവർ 10 പേരും പാണിപീഡന കർമ്മത്തിൽ പങ്കെടുക്കണം. പാണിപീഡനം എന്ന് പറയുന്നത് വിവാഹകർമ്മമാണ്. വിവാഹത്തിന്റെ മറ്റൊരു പര്യായമാണ് പാണിപീഡനം. അല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. പാണിപീഡനം എന്ന് പറയുന്നത് വിവാഹം. മേൽ പറഞ്ഞ ഈ 10 പേരും ഒരു വിവാഹ കർമ്മത്തിൽ പങ്കെടുക്കണം. ഇവിടെയാണ് നമ്മൾ പല സ്ഥലത്തും ഗുരുവിന്റെ വചനമായിട്ട് ആൾക്കാർ എഴുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ചില പോസ്റ്റ് കാണാറുണ്ട്. വിവാഹ കർമ്മത്തിൽ 10 പേര് മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് ഗുരു എന്ന് പറയുന്ന പല പോസ്റ്റും കാണാറുണ്ട്. ഗുരു എന്താണ് പറയുന്നത്? ന്യൂനാസ്തു ന യുജ്യേരൻ. ഈ പറഞ്ഞ 10 പേര് കുറഞ്ഞത് വേണം. ഈ 10 പേരിൽ കുറയാൻ പാടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ കുറഞ്ഞത് 2 കൂട്ടുകാരെങ്കിലും നമ്മൾ വിളിച്ചിരിക്കണം. എത്ര ആൾക്കാർ വേണമെങ്കിൽ വിളിക്കാം. ഏറ്റവും കുറഞ്ഞത് ഈ 10 പേരുമാണ്. കാരണം ഈ 10 പേരുണ്ടായാൽ വളരെ മംഗളമായി വിവാഹകർമ്മം നടക്കും. അല്ലാതെ ഈ 10 പേര് മാത്രം മതി, 10 പേരിൽ കൂടരുത് എന്നുള്ള അർത്ഥമില്ല. കാരണം എന്താ ആ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ന്യൂനാസ്തു ന യുജ്യേരൻ ലോകസംഗ്രഹ കാരണമാണ്. ലോകത്തിന്റെ ക്ഷേമത്തെ കരുതി, മംഗളത്തെ കരുതി ഒരിക്കലും ഈ 10 പേരിൽ കുറയരുത്. കുറഞ്ഞത് ഈ 10 പേര് വേണം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. കൂടിയത് നമുക്ക് എത്ര പേര് വേണം നമ്മൾ യഥാശക്തി ചെയ്യാം. പക്ഷേ ആ വിവാഹ സംസ്കാരത്തെ നമ്മൾ ലളിതവൽക്കരിക്കാൻ വേണ്ടി, ആ സമൂഹത്തിന്റെ ഒരു ഹിതത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഈ 10 പേരെയെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിവാഹമംഗള കർമ്മങ്ങൾ ചെയ്യാം എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. ഇത് സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഗുരുവിന്റെ നിർദ്ദേശം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ചിന്തിച്ചെന്ന് മാത്രമേ.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന് അടുത്ത ഭാഗം ചിന്തിക്കാം. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.